എല്ലാവർക്കും കൃഷി വീട്ടിലേക്ക് സ്വാഗതം. ഞാനൊരു കപ്പളങ്ങ ലഡു ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാവേ. അത് നന്നായിട്ട് പഴുത്തൊരു കപ്പളങ്ങ എടുത്തിട്ട് അതിൻ്റെ അകത്തെ കുരുവെല്ലാം കളഞ്ഞു കഴിഞ്ഞ ശേഷം അവസാനം നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി മിക്സിയുടെ ബൗളിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണേ. ഇത്ര മതി, ഒരു കപ്പളങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. ചേർക്കേണ്ട സാധനങ്ങൾ ശർക്കര ഉരുക്കി അരിച്ചെടുത്തത് വേണം. നന്നായിട്ട് അരിച്ചെടുക്കണം, ഉരുക്കിയിട്ട് കല്ലൊക്കെ കൊണ്ട് പോകാൻ. പിന്നെ കുറച്ച് നെയ്യ് വേണം, തേങ്ങ വേണം, പിന്നെ കടല എടുത്ത് കപ്പലിൻ്റെ ആയാലും കുഴപ്പമില്ല. പിന്നെ വറുത്ത റവ, പിന്നെ കപ്പളങ്ങ ഞാൻ ചട്ടി അടിച്ചെടുത്തതാണ് ഇത്ര സാധനം വേണ്ടത്. പിന്നെ ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ട് അതിനകത്തേക്ക് ശകലം നെയ്യ് ഒഴിച്ച് കൊടുക്കാവേ. അത് ചൂടായതിന് ശേഷം നമുക്ക് കടല ഇട്ട് കൊടുക്കാവേ. കുറച്ച് മൂത്താൽ മതി, ഒത്തിരി മൂക്കണ്ട. ഒരു മീഡിയം മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു കടല എന്തൊട്ട് കശുവണ്ടിയൊക്കെയാണ് നല്ല കേട്ടോ. കശുവണ്ടി വെച്ച് മുന്തിരിങ്ങായ കൊണ്ട് നല്ലതാണ്. ഈ പരുവാകുന്നിടം വരെ നമുക്ക് എന്നിട്ട് വറുത്ത് കോരി എടുക്കാവേ. ഈ പരുവായി എടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് ആ നെയ്യിലേക്ക് നമുക്ക് കപ്പളങ്ങ അടിച്ച് വെച്ചിരിക്കുന്ന ഒഴിച്ച് കൊടുക്കാവേ. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, നന്നായിട്ട് അടിപ്പിടിക്കുക. ചെറിയ മതി കേട്ടോ, ഇളക്കി കൊടുക്കണേ. ഈ ഒരു പരുവായി കടും മഞ്ഞ മാറി കഴിയുമ്പോഴത്തേനും ഈ പരുവായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു കുക്കിന് ശർക്കര കുറച്ച് ഒഴിച്ച് കൊടുക്കണേ. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതിയേ. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കണം കേട്ടോ, അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ കട്ട പിടിക്കും കേട്ടോ. കട്ട പിടിച്ചാൽ പിന്നെ ഭയങ്കര പാടാണ്. എന്നിട്ട് ഇത്ര നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ. ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങ എന്തോരായാലും നല്ല കേട്ടോ. ഞാൻ ഒരു മുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. തേങ്ങയും നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഇടയ്ക്കിടയ്ക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആ ശർക്കര നമ്മൾ വെച്ചിരിക്കുന്ന ശർക്കര മാത്രം ഒരു 1.5 ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് മൊത്തം നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് വറുത്ത റവ, അത് റവ ആവശ്യത്തിന് ഇട്ടാൽ മതി, ഒത്തിരി ഇടണ്ട. ആവശ്യത്തിന് മാത്രം റവ ഇട്ട് കൊടുത്ത് വെച്ചാൽ മതിയേ. ഞാനൊരു കുറച്ച് റവ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം കപ്പളങ്ങ ഒരെണ്ണം ഉണ്ടെങ്കിലും കുറവായതുകൊണ്ട് ഇത്ര മതി. ഇത്ര ആവശ്യമുള്ള റവയാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ എന്തെങ്കിലും ഇടുമ്പോഴത്തേക്ക് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ അടിയിൽ പിടിച്ചെങ്കിലേ നമ്മൾ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തേ. എന്നിട്ട് ഈ പരുവം കുറി വരുന്നുണ്ട് കേട്ടോ. ശകലം നെയ്യും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കണേ. നെയ്യ് അപ്പോൾ അതിന് അടി പിടിക്കാതിരിക്കാൻ എളുപ്പമാണ്. കാരണം നന്നായിട്ട് കൈവിടാതെ ഇളക്കണം കേട്ടോ. ഇളക്കിയില്ലെങ്കിൽ അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. വെള്ളമെല്ലാം പറ്റി വരാനായിട്ട്. ഈ പരുവാകുമ്പോഴത്തേനും നമുക്ക് കടല ഇട്ട് കൊടുക്കാം കേട്ടോ. കടല ഇട്ട് കൊടുത്ത് അപ്പോൾ എല്ലായിടത്തും പിടിക്കുക സമയം ഇട്ട് കൊടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ മുകളിൽ മാത്രമായിട്ട് നിൽക്കുകയല്ലേ. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കും. പിന്നെ നമുക്കൊരു പാത്രം എടുത്തിട്ട് ശകലം നെയ്യ് തടവിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കോരി ഒഴിക്കാവേ. തണുക്കണം കേട്ടോ. നമ്മൾ പിടിക്കാൻ പരുവാകുന്നിടം വരെ ഒന്ന് ശകലം തണുപ്പിക്കണേ. ഒരുമാതിരി തണുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് നമുക്ക് പിടിക്കാൻ പരുവാകുമ്പോഴത്തേക്കും ഒത്തിരി തണുക്കുന്നതിന് മുമ്പ് തന്നെ ഉരുട്ടണം കേട്ടോ. ഉരുട്ടി കുഞ്ഞായിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമുക്ക് കടലകൾ ഇങ്ങനെ വെച്ചാൽ മതിയേ. കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോഴേ നല്ല രസം തന്നെ കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ.